നമ്മളിനി ഏറെ സന്തോഷം നൽകുന്ന കായിക ലോകത്തു നിന്നുള്ള മറ്റൊരു വാർത്തയിലേക്കാണ് പോകുന്നത്. ചെന്നൈ ടെസ്റ്റിൽ ഇന്ത്യക്ക് കൂറ്റൻ ജയം. ബംഗ്ലാദേശിനെ 280 റൺസിന് തകർത്ത ഇന്ത്യ 2 ടെസ്റ്റുകളുടെ പരമ്പരയിൽ ഇപ്പോൾ മുന്നിലെത്തിയിരിക്കുകയാണ്. ബാറ്റ് കൊണ്ടും പന്ത് കൊണ്ടും തിളങ്ങിയ അശ്വിനാണ് കളിയിലെ താരം. പരിശീലകൻ ഗൗതം ഗംഭീറിന് ടെസ്റ്റിലും വിജയത്തുടക്കമായിരിക്കുകയാണ്. ഇതോടുകൂടി അനൂപ് ഷൺമുഖൻ ചേരുന്നു. അനൂപ്, നമ്മൾ കണ്ടത് അശ്വിന്റെ ഒരു മാജിക്കാണ്. അത് പന്ത് കൊണ്ടാകട്ടെ ബാറ്റ് കൊണ്ടാകട്ടെ. ചെപ്പോക്കിൽ കണ്ടത് ഇന്ത്യയുടെ മാജിക്, ഒരു ചരിത്രം കുറിച്ചുകൊണ്ട് ഇന്ത്യ ടെസ്റ്റ് പരമ്പരയിൽ മുന്നിലെത്തിയിരിക്കുന്നു എന്നതാണ്. കളിയെ എങ്ങനെ നമുക്ക് വിലയിരുത്താം? വലിയ ആത്മവിശ്വാസം, വലിയ സന്തോഷം നൽകുന്ന ജയം തന്നെയാണ് ടീം ഇന്ത്യയെ സംബന്ധിച്ച്. ബംഗ്ലാദേശിനെ സംബന്ധിച്ചാണെങ്കിൽ പാകിസ്ഥാൻ അല്ല ടീം ഇന്ത്യ എന്ന് ഒരിക്കൽ കൂടി അവർക്ക് ബോധ്യമായിരിക്കുന്നതാണ്. കാരണം അവർ ഇങ്ങോട്ട് വന്നത് റാവൽപിണ്ടിയിൽ ചരിത്ര നേട്ടം കുറിച്ചാണ്. പാകിസ്ഥാനിൽ ആദ്യമായി പരമ്പര നേട്ടം എന്നുള്ള വലിയ ലക്ഷ്യവുമായിട്ടാണ്, നേട്ടം സാധ്യമാക്കിയാണ് അവർ ഇന്ത്യയിലെത്തിയത്. പക്ഷേ ചെപ്പോക്കിലും അതിൻ്റെ ഒരു സൂചന നൽകിയെങ്കിലും അത് ഫലവത്തായില്ല. ഒരു ഘട്ടത്തിൽ ടോസ് നേടി ഇന്ത്യയെ ബാറ്റിംഗ് നയിക്കുന്ന സമീപനം വരെ കാണിച്ചുകൊണ്ട് ബംഗ്ലാദേശ് അത്ഭുതപ്പെടുത്തിയതാണ് കളിയുടെ ആദ്യ ദിനത്തിൽ. പക്ഷേ ഇന്ത്യയെ 6-ന് 144 എന്ന നിലയിൽ തകർത്തെങ്കിലും പിന്നീട് അവിടെ നിന്നാണ് വിനീത സൂചിപ്പിച്ച പോലെ അശ്വിൻ മാജിക്ക് കണ്ടു തുടങ്ങിയത്. അദ്ദേഹത്തിന് 113 റൺസ്, ഒപ്പം 86 റൺസ് എടുത്ത രവീന്ദ്ര ജഡേജ കൂടി ചേർന്നപ്പോൾ 299 റൺസിൻ്റെ ഒരു കൂട്ടുകെട്ട് വരുന്നു. ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ 376 എന്ന സ്കോറിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ പിന്നീട് ഇന്ത്യൻ ബൗളർമാരും അവസരത്തിന് തീർന്നു. 4 വിക്കറ്റ് വീഴ്ത്തിയ ബുംറ തിളങ്ങിയതോടുകൂടി ആദ്യ ഇന്നിംഗ്സിൽ ബംഗ്ലാദേശിനെ 149 പുറത്താക്കി ഇന്ത്യ വലിയ ലീഡ് എടുക്കുന്ന കണ്ടു. 519 റൺസിൻ്റെ വിജയലക്ഷ്യം, 15 റൺസിൻ്റെ വിജയലക്ഷ്യമാണ് ഇന്ത്യ മുന്നോട്ട് വെച്ചത്. അതിൽ പ്രധാന പങ്ക് വഹിച്ചത് അപകടശേഷം തൻ്റെ ആദ്യ ടെസ്റ്റ് കളിച്ച ഋഷഭ് പന്തിൻ്റെ സെഞ്ചുറിയും ഒപ്പം ഗില്ലിൻ്റെ അവസരോചിതമായിട്ടുള്ള ഒരു സെഞ്ചുറിയും രണ്ടാം ഇന്നിംഗ്സ് കണ്ടു. അതുവേഗം അവർ സ്കോർ ചെയ്ത ആ റൺസുകളാണ് ഇന്ത്യയെ മികച്ച സ്കോറിലേക്ക് എത്തിച്ചത്. തിരിച്ച് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റെടുത്ത ബംഗ്ലാദേശ് ആകട്ടെ 234 റൺസിൽ പുറത്തായി. അവിടെയാണ് അശ്വിൻ പന്ത് കൊണ്ട് വീണ്ടും മാജിക് കാണിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത്. 6 വിക്കറ്റുകൾ അദ്ദേഹം സ്വന്തമാക്കി. ഇതോടുകൂടി അദ്ദേഹത്തിൻ്റെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ വിക്കറ്റ് നേട്ടം എന്ന് പറയുന്നത് 750 എത്തിക്കാനും അശ്വിന് കഴിഞ്ഞിരിക്കുന്നു. ഒരേപോലെ ബാറ്റ് കൊണ്ടും പന്ത് കൊണ്ടും തിളങ്ങിയ അശ്വിൻ തന്നെയാണ് കളിയിലെ താരം. മുൻനിരക്കാരായിട്ടുള്ള 2 പ്രധാന താരങ്ങൾ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും മങ്ങിയെടുത്താണ് ഇന്ത്യയുടെ യുവനിര ഈ വിജയം നേടിയത് എന്നതും ശ്രദ്ധേയമാണ്. ഒപ്പം പറയാനുള്ള മറ്റു ചില കാര്യങ്ങൾ, ഇന്ത്യക്കെതിരെ ഒരു ടെസ്റ്റ് ജയം പോലും ഇനിയും കുറിക്കാൻ കഴിഞ്ഞിട്ടില്ല ബംഗ്ലാദേശിന്. 14 ടെസ്റ്റുകൾ ഇതിനകം കളിച്ചപ്പോൾ 12ലും അവർക്ക് തോൽവിയായിരുന്നു. 2 സമനില മാത്രമാണ് അവർക്ക് ആശ്വസിക്കാനുള്ളത് എന്നുള്ളതാണ്. അതിലും വലിയൊരു നേട്ടം കൂടി ടീം ഇന്ത്യ കുറിച്ചിരിക്കുന്നു. അത് ടെസ്റ്റ് ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തുന്ന കാര്യമാണ്. അതായത് ഒരു ടീമിനെ സംബന്ധിച്ച് അവർ കളിച്ചിട്ടുള്ള ടെസ്റ്റുകളിൽ കൂടുതൽ ജയങ്ങൾ, തോൽവിയേക്കാൾ കൂടുതൽ ജയങ്ങൾ എന്നുള്ള നേട്ടം അത് ഇതുവരെ 5 ടീമുകൾ മാത്രം സാധ്യമാക്കിയിട്ടുള്ള നിലനിർത്തുന്ന കാര്യമാണ്. അവിടേക്ക് ഇന്ത്യ കൂടി എത്തിയിരിക്കുന്നു. ഇന്ത്യയുടെ കണക്ക് പറയുകയാണെങ്കിൽ ഇന്ത്യ 580ഓളം ടെസ്റ്റുകൾ കളിച്ചിട്ടുള്ള ഈ ഒരു അവസരത്തിൽ 179 ജയങ്ങൾ ഇന്ത്യ നേടിയിരിക്കുന്നു. 178 തോൽവികളാണ് ഇന്ത്യക്കുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയയ്ക്കും ഇംഗ്ലണ്ടിനും ദക്ഷിണാഫ്രിക്കയ്ക്കും പാകിസ്ഥാനുമൊപ്പം, അതായത് ടെസ്റ്റിൽ കൂടുതൽ ജയങ്ങൾ തോൽവികളെക്കാൾ എന്നുള്ള ഒരു ചരിത്ര നേട്ടം കൂടിയാണ് രോഹിത് ശർമ്മയും കൂട്ടരും ചെപ്പോക്കിൽ സാധ്യമാക്കിയത്. ശരി, ഏതായാലും ചരിത്രം കുറിച്ചിരിക്കുകയാണ്. 2 ടെസ്റ്റുകളുടെ പരമ്പരയിൽ ഇന്ത്യ മുന്നിലെത്തിയിരിക്കുന്നു. ചെപ്പോക്കിൽ തകർപ്പൻ ജയമാണ് സ്വന്തമാക്കിയത്. അനൂപ് ഷൺമുഖനാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.